Hello everyone, welcome to another video of eFarm Learning App. നമ്മൾ ഡ്രഗ് ടാർഗറ്റ്സുകളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഡ്രഗ് ടാർഗറ്റ് അയൺ ചാനൽസ് ആണ്. അയൺ ചാനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചാനൽ എന്ന് പറയുന്നത് എന്താ, ഒരു പാസേജ് വേ ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള പാസേജ് വേ ആണ് ഇവിടെ? അയോൺസിന് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്വേസ് അല്ലെങ്കിൽ ചാനൽസ് ആണിത്. സോ ബേസിക്കലി ഇവർ പ്രോട്ടീൻസ് ആണ്. സോ ട്രാൻസ് മെംബ്രെയിൻ സിഗ്നലിങ്ങിൽ ഇവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. എന്താ ട്രാൻസ് മെംബ്രെയിൻ സിഗ്നലിംഗ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ സെല്ലിൻ്റെ ഔട്ടർ ലെയറാണ് ഈ പറയുന്ന പ്ലാസ്മ മെംബ്രെയിൻ. ഓക്കെ, അപ്പോൾ ഈ പ്ലാസ്മ മെംബ്രെയിനിൽ നിന്നും, അതായത് സെല്ലിൻ്റെ ഉള്ളിൽ നിന്നും ചില അയോൺസ് ഈ പ്ലാസ്മ മെംബ്രെയിൻ ക്രോസ് ചെയ്ത് സെല്ലിൻ്റെ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇനി സെല്ലിൻ്റെ പുറത്തുനിന്ന് ചില അയോൺസ് ഈ പ്ലാസ്മ മെംബ്രെയിൻ ക്രോസ് ചെയ്ത് സെല്ലിൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഇതെല്ലാമാണ് ട്രാൻസ് മെംബ്രെയിൻ സിഗ്നലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രാൻസ് മെംബ്രെയിൻ പോർഷനിൽ, അതായത് പ്ലാസ്മ മെംബ്രെയിനിൽ നമ്മുടെ അയൺ ചാനൽസ് ഉണ്ടാവും. ഈ അയൺ ചാനൽസ് ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ അയോൺസിന് ഇത്തരത്തിൽ പുറത്തേക്കും അകത്തേക്കും ഒക്കെ പോകാൻ കഴിയുന്നത്. സോ നമ്മുടെ അയൺ ചാനൽസ് ഈ ഒരു ഇൻട്രാ സെല്ലുലാർ അയണിക് കോമ്പോസിഷൻ റെഗുലേറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാം. ഇൻട്രാ സെല്ലുലാർ അയണിക് കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിൽ പൊട്ടാസ്യം അയോൺസിൻ്റെ കോൺസെൻട്രേഷനാണ് കൂടി നിൽക്കുക കമ്പയർഡ് വിത്ത് സോഡിയം ആൻഡ് കാൽഷ്യം. എന്നാൽ പൊട്ടാസ്യത്തിനൊരു പ്രശ്നമുണ്ട്. പൊട്ടാസ്യം എപ്പോഴും പുറത്തേക്ക് പോകാനായിട്ടുള്ള ഒരു ടെൻഡൻസി കാണിക്കും. ഇപ്പോൾ നമ്മുടെ സെല്ല് റെസ്റ്റിംഗ് സ്റ്റേറ്റിലിരുന്ന സെല്ല് ഡീപോളറൈസ്ഡ് ആയി പെർട്ടിക്കുലർ സ്റ്റിമുലസ് വന്നപ്പോൾ എന്ന് വിചാരിക്കാം. ഉടനെ എന്ത് സംഭവിക്കും? സെല്ലിൻ്റെ ഉള്ളിൽ കൂടി നിന്നിരുന്ന സോഡിയം ഈ ഒരു ട്രാൻസ് മെംബ്രെയിനിലുള്ള അയൺ ചാനൽസ് വഴി സെല്ലിൻ്റെ ഉള്ളിലേക്ക് വരും. പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് കൂടുതലായി ഉള്ളിലേക്ക് വരുമ്പോൾ സെല്ലിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഉള്ള പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് സെല്ലിൽ നിന്ന് പുറത്തേക്ക് പോകും. എന്തിനു വേണ്ടിയിട്ടാണ്? അയണിക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇൻട്രാസെല്ലുലാർ അയണിക് കോമ്പോസിഷൻ എല്ലാം റെഗുലേറ്റ് ചെയ്ത് നിർത്താൻ നമ്മുടെ അയൺ ചാനൽസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. യൂഷ്വലി ഈ ഡ്രഗ്സുകൾ അയൺ ചാനൽസിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ രണ്ട് രീതിയിലാണ് ഉള്ളത്. ഒന്നുകിൽ നമ്മൾ അയൺ ചാനൽസിലുള്ള പെർട്ടിക്കുലർ റിസപ്റ്റേഴ്സിൽ നമ്മുടെ ഡ്രഗ് വന്ന് ബൈൻഡ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലിഗാൻഡ് ഗേറ്റഡ് അയൺ ചാനൽ ഇതെന്ന് പറയുന്നത് ഒരു അയൺ ചാനലാണ്. അതായത് അയോൺസിൻ്റെ മൂവ്മെൻറ്റ്സ്, അകത്തേക്കും പുറത്തേക്കുമുള്ള അയോൺസിൻ്റെ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ്. പക്ഷേ ഈ അയൺ ചാനലിന് ഒരു ബൈൻഡിങ് സൈറ്റുണ്ട്. അതായത് ലിഗാൻഡിന് വന്ന് ബൈൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ബൈൻഡിങ് സൈറ്റ്. ലിഗാൻഡ് എന്ന് പറയുന്നത് എന്താ? ഓക്കെ, നമ്മുടെ പെർട്ടിക്കുലർ ബൈൻഡിങ് സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ കെമിക്കൽ. അപ്പോൾ ലിഗാൻഡ് വന്ന് ബൈൻഡ് ചെയ്താൽ ഓപ്പൺ ആവുന്ന അയൺ ചാനൽസ് ആണ് ലിഗാൻഡ് ഗേറ്റഡ് അയൺ ചാനൽസ്. ഓക്കെ, സോ നമ്മുടെ ഡ്രഗ്സുകൾ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ലിഗാൻഡ് ഗേറ്റഡ് അയൺ ചാനൽസിൽ വന്നിട്ട് ബൈൻഡ് ചെയ്ത് ആ പെർട്ടിക്കുലർ അയൺ ചാനലിനെ ഓപ്പൺ ചെയ്യാം. ഇനി വേറെ ചില ഡ്രഗ്സ് ആണെങ്കിൽ ഇത്തരത്തിൽ ലിഗാൻഡ് ഗേറ്റഡ് അയൺ ചാനലിൻ്റെ ലിഗാൻഡ് ബൈൻഡിങ് സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്താൽ ആ പെർട്ടിക്കുലർ അയൺ ചാനൽ ചിലപ്പോൾ ക്ലോസ് ആവും. വന്ന് ബൈൻഡ് ചെയ്യുന്ന ലിഗാൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ ഡ്രഗിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ പെർട്ടിക്കുലർ അയൺ ചാനൽ ഓപ്പൺ ആവണോ ക്ലോസ് ആവണോ എന്നുള്ളത്. ഇനി മറ്റൊരു വഴിയുള്ളത്, ഡയറക്റ്റായിട്ട് നമ്മുടെ അയൺ ചാനലിൽ വന്നിട്ട് നമ്മുടെ ഡ്രഗ് അങ്ങ് ബൈൻഡ് ചെയ്യും. അങ്ങനെ ആ ഒരു ചാനൽ വഴിയുള്ള അയോൺസിൻ്റെ മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യും. ഇപ്പോൾ ചില ഡ്രഗ്സ് വന്ന് അയൺ ചാനലിൽ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ അയൺ ചാനൽ ചിലപ്പോൾ ക്ലോസ് ആവുകയായിരിക്കും ചെയ്യുന്നത്. നേരെ മറിച്ച് വേറെ ചില ഡ്രഗ്സ് വന്ന് അയൺ ചാനലിൽ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ അയൺ ചാനൽ ഓപ്പൺ ആവും. ഇതെല്ലാം ആ ഡ്രഗിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് എന്ത് എഫക്റ്റാണ് കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ രണ്ട് വഴിയാണ് അയൺ ചാനൽസിൽ നമ്മുടെ ഡ്രഗ്സിന് ആക്ട് ചെയ്യാൻ വേണ്ടി ഉള്ളത്. ഒന്നെങ്കിൽ അയൺ ചാനലുമായിട്ട് അസോസിയേറ്റ് ചെയ്തുള്ള ബൈൻഡിങ് സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്യാം, അല്ല എങ്കിൽ ഡയറക്റ്റായിട്ട് അയൺ ചാനൽസിൽ വന്ന് ബൈൻഡ് ചെയ്യാം. ഇനി അത് ഡയറക്റ്റ്ലി ബൈൻഡ് ചെയ്ത് ചാനൽ ഇൻഹിബിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യുക, അതിനൊരു എക്സാമ്പിളാണ്
ലോക്കൽ അനസ്തെറ്റിക് ഏജൻറ്റ്സ്. ലോക്കൽ അനസ്തെറ്റിക് ഏജൻറ്റ് വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനൽസ്. വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനൽസ് എന്ന് പറഞ്ഞാൽ എന്താ? സോഡിയം അയോൺസിനെ കടത്തിവിടാൻ വേണ്ടിയിട്ടുള്ള ചാനൽസ് ആണ് ഇവർ. വോൾട്ടേജ് ഗേറ്റഡ് ആണ് എന്ന് വെച്ചാൽ വോൾട്ടേജിൽ എന്തെങ്കിലും ഡിഫറൻസ് വരുമ്പോൾ മാത്രമേ ഈ അയൺ ചാനൽസ് ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയും ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത്തരം വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനൽസിനെ ബ്ലോക്ക് ചെയ്യുന്നവരാണ് ലോക്കൽ അനസ്തെറ്റിക്സ്. ഓക്കെ, ഇനി ചില ഡ്രഗ്സുകൾ മോഡുലേറ്റ് ദി ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ് ഓഫ് ചാനൽസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു കോൺസെപ്റ്റാണ്. അതിന് എക്സാമ്പിളാണ് ക്വിനിഡിൻ. ക്വിനിഡിൻ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഹാർട്ടിലെ മസിലിലുള്ള മയോകാർഡിയൽ സോഡിയം ചാനൽസിനെ ബ്ലോക്ക് ചെയ്യും, ഇൻഹിബിറ്റ് ചെയ്യും. അതേസമയം നിക്കോരാൻഡിൽ ATP സെൻസിറ്റീവ് ആയിട്ടുള്ള പൊട്ടാസ്യം ചാനൽസിനെ ഓപ്പൺ ചെയ്യും. ഓക്കെ, ഡ്രഗിനനുസരിച്ചാണ് ചാനൽ ഓപ്പൺ ആവുകയാണോ ക്ലോസ് ആവുകയാണോ എന്ന് നമ്മൾ പറയുന്നത്. ഇത് ലിഗാൻഡ് ഗേറ്റഡ് അയൺ ചാനലിൻ്റെ ആക്ഷൻ കാണിച്ചിരിക്കുന്നതാണ്. സോ ലിഗാൻഡ് ഗേറ്റഡ് അയൺ ചാനൽസിൽ നമ്മുടെ അഗോണിസ്റ്റ് അല്ലെങ്കിൽ പെർട്ടിക്കുലർലി ലിഗാൻഡ്, അതും അല്ലെങ്കിൽ നമ്മുടെ ഡ്രഗ് വന്ന് ബൈൻഡ് ചെയ്യുന്നു. എന്ത് സംഭവിക്കുന്നു? ഈ അയൺ ചാനൽ അങ്ങ് ഓപ്പൺ ആവുന്നു. ഓപ്പൺ ആയി കഴിഞ്ഞാൽ പുറത്ത് നിന്ന് സോഡിയം അയോൺസ് അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ് ആ പെർട്ടിക്കുലർ അയോൺസ് സെല്ലിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നു. ഇനി നേരെ തിരിച്ചും സംഭവിക്കാം. ലിഗാൻഡ് വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ അയൺ ചാനൽ ഓപ്പൺ ചെയ്തിട്ട് ഉള്ളിൽ നിന്ന് പുറത്തേക്കും പോവാം. ഓക്കെ, അടുത്ത ടാർഗറ്റാണ് ട്രാൻസ്പോർട്ടേഴ്സ്. പേര് പോലെ തന്നെ നമ്മുടെ സബ്സ്ട്രേറ്റുകളെ, അതായത് ഇപ്പോൾ അയോൺസ് ആവാം, മെറ്റബോളൈറ്റ്സ് ആവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സബ്സ്ട്രേറ്റുകളെ പ്ലാസ്മ മെംബ്രെയിൻ ക്രോസ് ചെയ്ത് ഉള്ളിലേക്ക് എത്താൻ ഹെൽപ്പ് ചെയ്യുന്ന കാരിയേഴ്സാണ് ട്രാൻസ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത്. സോ നമ്മുടെ സബ്സ്ട്രേറ്റ് വന്ന് ഈ ട്രാൻസ്പോർട്ടേഴ്സായിട്ട്, സ്പെസിഫിക് ട്രാൻസ്പോർട്ടേഴ്സായിട്ട്, ഓരോ സബ്സ്ട്രേറ്റിനും സ്പെസിഫിക് ആയിട്ടുള്ള കാരിയേഴ്സ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ സ്പെസിഫിക് ട്രാൻസ്പോർട്ടറിൽ വന്നിട്ടാണ് നമ്മുടെ സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യുന്നത്. എന്നിട്ട് രണ്ട് രീതിയിൽ ഈ സബ്സ്ട്രേറ്റിനെ നമ്മുടെ സെൽ മെംബ്രെയിൻ ക്രോസ് ചെയ്ത് സെല്ലിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാം. ഒരു രീതി കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിൻ്റെ ഡയറക്ഷനിൽ സിംപ്ലി നമ്മുടെ സബ്സ്ട്രേറ്റിനെ ഡിഫ്യൂസ് ചെയ്ത് കൊണ്ടുപോകാം. അതായത് കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ഡിഫ്യൂസ് ചെയ്ത് പോവുക. അതുകൊണ്ടാണ് ഇൻ ദി ഡിറക്ഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. അല്ല എങ്കിൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് മെറ്റബോളിക് എനർജിയുടെ ഹെൽപ്പോടു കൂടി നമ്മൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് പറയില്ലേ, അതേപോലെ എനർജി യൂസ് ചെയ്ത് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇത്തരത്തിൽ സബ്സ്ട്രേറ്റുകളെ പമ്പ് ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഴ്സും ഉണ്ട്. എക്സാമ്പിളാണ് ഡെസ്പിറമിൻ, കൊക്കെയിൻ പോലെയുള്ള ഡ്രഗ്സ്. ഈ ഡ്രഗ്സ് ചെയ്യുന്നത് നമുക്കറിയാം, നോറെപ്പിനെഫ്രിൻ റിലീസ് ചെയ്യും ന്യൂറോൺസിൽ നിന്ന്. സോ ഇതിനെ നമ്മുടെ ന്യൂറോൺ തന്നെ ഈ റിലീസ് ചെയ്തതിൽ കുറച്ച് പോർഷനെ എന്ത് ചെയ്യും? തിരിച്ച് അപ്ടേക്ക് ചെയ്യും. അങ്ങനെ അപ്ടേക്ക് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ന്യൂറോണിൻ്റെ മെംബ്രെയിനിൽ കൊടുത്തിരിക്കുന്ന നോറെപ്പിനെഫ്രിൻ ട്രാൻസ്പോർട്ടറാണ്, നെറ്റ് എന്നൊക്കെ നമ്മൾ പറയും. ഈ പെർട്ടിക്കുലർ ട്രാൻസ്പോർട്ടറിനെ നമ്മുടെ ഈ രണ്ട് ഡ്രഗ്സുകളും ഡേസിപ്രാമിനും കൊക്കെയിനും എന്ത് ചെയ്യും? ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ പിന്നെ നോറെപ്പിനെഫ്രിനെ നമ്മൾ വീണ്ടും തിരിച്ച് ന്യൂറോണിലേക്ക് എടുക്കുമോ? ഇല്ല. സോ ദെയർബൈ ബ്ലോക്ക് ദി ന്യൂറോണൽ റിഅപ്ടേക്ക് ഓഫ് നോറെപ്പിനെഫ്രിൻ. എങ്ങനെയാണ് ബ്ലോക്ക് ചെയ്തത്? ബൈ ഇൻ്ററാക്ടിങ് വിത്ത് നോറെപ്പിനെഫ്രിൻ ട്രാൻസ്പോർട്ടർ. ട്രാൻസ്പോർട്ടേഴ്സ് തന്നെ രണ്ട് ടൈപ്പൊക്കെ ഉണ്ട്. അതായത് ഇൻഫ്ലക്സ് ഓർ അപ്ടേക്ക് ട്രാൻസ്പോർട്ടർ ഉണ്ട്. അതായത് സെല്ലിൻ്റെ ഉള്ളിലേക്ക് ഡ്രഗിനെ കൊണ്ടുവരുന്ന ട്രാൻസ്പോർട്ടറും ഉണ്ട്. ഇനി സെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ഡ്രഗിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഇഫ്ലക്സ് ട്രാൻസ്പോർട്ടറും ഉണ്ട്. നമ്മുടെ ലാസ്റ്റ് ഡ്രഗ് ടാർഗറ്റാണ് റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എഫക്റ്റർ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ടാർഗറ്റ് സെല്ലിൻ്റെ സർഫസിൽ കാണുന്ന അല്ലെങ്കിൽ ഇൻസൈഡ് പോർഷനിൽ കാണുന്ന മാക്രോ മോളിക്യൂൾ അല്ല എങ്കിൽ ബൈൻഡിങ് സൈറ്റ്, ഇതിനെയാണ് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ
ടാർഗറ്റ് സെല്ലിൻ്റെ പുറമേ കാണുന്ന ബൈൻഡിങ് സൈറ്റ് ആവാം, അല്ലെങ്കിൽ ടാർഗറ്റ് സെല്ലിൻ്റെ ഉള്ളിൽ കാണുന്ന മാക്രോ മോളിക്യൂൾ. ഇതെല്ലാം നമ്മൾ റിസപ്റ്റർ കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. ഈ റിസപ്റ്റർ എന്താ ചെയ്യുന്നത്? നമ്മുടെ സിഗ്നൽ മോളിക്യൂളിനെ, അതായത് ഈ ഒരു പെർട്ടിക്കുലർ റിസപ്റ്ററിൻ്റെ നോർമൽ എൻഡോജീനസ് സിഗ്നൽ മോളിക്യൂളിനെ അല്ലെങ്കിൽ നമ്മുടെ ഡ്രഗിനെ റെക്കഗ്നൈസ് ചെയ്യുക. അതായത് ഇന്ന പോലെ സിഗ്നൽ മോളിക്യൂൾ അല്ലെങ്കിൽ ഡ്രഗ് വന്നിട്ടുണ്ട്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്പോൺസ് ഇനീഷ്യേറ്റ് ചെയ്യുക. ഇതാണ് റിസപ്റ്റേഴ്സ് ചെയ്യുന്നത്. രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. സിഗ്നൽ മോളിക്യൂൾ അല്ലെങ്കിൽ ഡ്രഗ് ഇവർ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക, റെക്കഗ്നൈസ് ചെയ്യുക. വന്നിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്പോൺസ് ഇനീഷ്യേറ്റ് ചെയ്യുക. പക്ഷേ റിസപ്റ്റേഴ്സിൽ ഇത്തരത്തിൽ ഡ്രഗോ സിഗ്നൽ മോളിക്യൂളോ ഒന്നും വന്നിട്ടില്ല എങ്കിൽ റിസപ്റ്റേഴ്സ് ഒരു ആക്ഷനും തരില്ല. അതായത് ഇറ്റ്സെൽഫ് അതിന് വേറെ ഫങ്ഷൻ ഒന്നും ഉണ്ടാവില്ല. എക്സാമ്പിളാണ് ഇൻസുലിൻ റിസപ്റ്റേഴ്സ്, മസ്കാരനിക് അസറ്റൈൽ കൊളൈൻ റിസപ്റ്റർ എന്നൊക്കെ പറയുന്നത്. ഇനി റിസപ്റ്റേഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസുകൾ നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തേതാണ് അഫിനിറ്റി. അഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ ഡ്രഗ് ടു ബൈൻഡ് വിത്ത് എ റിസപ്റ്റർ. അതായത് ഒരു റിസപ്റ്ററിനോട് നമ്മുടെ ഡ്രഗിന് ബൈൻഡ് ചെയ്യാനായിട്ടുള്ള കഴിവിനെയാണ് അഫിനിറ്റി എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ റിസപ്റ്റർ ആൻഡ് ഡ്രഗ്. അതായത് ഇപ്പം ഹൈ അഫിനിറ്റി ഉള്ള ഒരു ഡ്രഗാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് ആയിരിക്കും അല്ലെങ്കിൽ ബൈൻഡിങ് ആയിരിക്കും ആ പെർട്ടിക്കുലർ ഡ്രഗും റിസപ്റ്ററും തമ്മിലുള്ളത്. ഇനി ഇൻട്രിൻസിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ ഡ്രഗ് ടു പ്രൊഡ്യൂസ് എ ഫാർമക്കോളജിക്കൽ റെസ്പോൺസ് ആഫ്റ്റർ കമ്പൈനിങ് വിത്ത് ദ റിസപ്റ്റർ. അതായത് അഫിനിറ്റി വേണം, ഡ്രഗും റിസപ്റ്ററുമായിട്ട് നന്നായിട്ട് ബൈൻഡ് ചെയ്ത് കോംപ്ലക്സ് ഫോം ചെയ്യണം, ഡ്രഗ് റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യണം. അതിനുശേഷം ഫാർമക്കോളജിക്കൽ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനും കഴിയണം. അതാണ് ഇൻട്രിൻസിക് ആക്ടിവിറ്റി. ഇപ്പോൾ റിസപ്റ്ററുമായിട്ട് വന്ന് ബൈൻഡ് ചെയ്യുന്ന ഡ്രഗുകളെല്ലാം ഫാർമക്കോളജിക്കൽ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നില്ല. അതായത് അഫിനിറ്റി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ഇൻട്രിൻസിക് ആക്ടിവിറ്റി കൂടി അവർ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഇൻട്രിൻസിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഡ്രഗ് റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്തതിന് ശേഷം തെറാപ്യൂട്ടിക് എഫക്റ്റ് അല്ലെങ്കിൽ ഫാർമക്കോളജിക്കൽ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റീനെയാണ് ഇൻട്രിൻസിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അടുത്ത ടേമാണ് അഗോണിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഈ അഗോണിസ്റ്റുകൾ അല്ലെങ്കിൽ അഗോണിസ്റ്റ് ഡ്രഗ്സ് പോട്ടെ, സിംപ്ലി നമ്മുടെ ലിഗാൻസ്, ഇവരെന്ത് ചെയ്യും? റിസപ്റ്ററുമായി വന്ന് ബൈൻഡ് ചെയ്യും. അപ്പോൾ അവർക്ക് അഫിനിറ്റി ഉണ്ട്, എന്നിട്ടോ പ്രൊഡ്യൂസസ് എ ഫാർമക്കോളജിക്കൽ റെസ്പോൺസ്. അപ്പോൾ അഫിനിറ്റിയും ഉണ്ട്, ഇൻട്രിൻസിക് ആക്ടിവിറ്റിയും ഉണ്ട്. അപ്പോൾ ഇത്തരം ഡ്രഗ്സുകളെയാണ് നമ്മൾ അഗോണിസ്റ്റ് ഡ്രഗ്സ് അല്ലെങ്കിൽ അഗോണിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇനി അൻറ്റഗോണിസ്റ്റ്, ഇവരും റിസപ്റ്ററായിട്ട് ബൈൻഡ് ചെയ്യും, പക്ഷേ അഗോണിസ്റ്റിൻ്റെ ആക്ഷനെ ഇവർ പ്രിവെൻറ്റ് ചെയ്യും. അതായത് ഇവർക്ക് അഫിനിറ്റി ഉണ്ട്, ഇൻട്രിൻസിക് ആക്ടിവിറ്റി ഇല്ല. അതായത് എന്തെങ്കിലും ഫാർമക്കോളജിക്കൽ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടോ? ഇല്ല. പിന്നെ എന്താ ഇവർ ചെയ്യുന്നത്? വരുന്നു, റിസപ്റ്ററായിട്ട് ബൈൻഡ് ചെയ്യുന്നു, അഗോണിസ്റ്റിനെ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, അഗോണിസ്റ്റിൻ്റെ ആക്ഷനെ അവിടെ ഇവർ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അതാണ് അൻറ്റഗോണിസ്റ്റ് ചെയ്യുന്നത്. ഇനി പാർഷ്യൽ അഗോണിസ്റ്റ്, ഇവരും റിസപ്റ്ററായിട്ട് വന്ന് ബൈൻഡ് ചെയ്യും, എന്നിട്ടോ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അഗോണിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്രയും എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇവരെ കൊണ്ട് പറ്റില്ല. ഇനി അടുത്ത ഒരു ടേമാണ് ഇൻവേഴ്സ് അഗോണിസ്റ്റ്. ഇവരെന്ത് ചെയ്യും? റിസപ്റ്ററുമായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ബൈൻഡ് ചെയ്യും, എന്നിട്ടോ അഗോണിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് എഫക്റ്റ് ആയിരിക്കും ഇവർ പ്രൊഡ്യൂസ് ചെയ്യുക. അടുത്ത ഒരു ടോപ്പിക്കാണ് റെഗുലേഷൻ ഓഫ് റിസപ്റ്റേഴ്സ്. അപ്പ് റെഗുലേഷൻ, ഡൗൺ റെഗുലേഷൻ എന്നിങ്ങനെ രണ്ട് തരം റെഗുലേഷനാണ് റിസപ്റ്റേഴ്സായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിലാദ്യം അപ്പ് റെഗുലേഷൻ. അപ്പ് റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊലോങ്ഡ് ആയിട്ട്, അതായത് കുറേ നാൾ നമ്മളൊരു അൻറ്റഗോണിസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ റിസപ്റ്റേഴ്സിൻ്റെ നമ്പറും റിസപ്റ്റർ സെൻസിറ്റിവിറ്റിയും കൂടും.
അതായത് എന്താ ഈ റിസപ്റ്റർ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the degree to which a receptor responds to a drug. അതായത് ഒരു ഡ്രഗ് വന്നു കഴിഞ്ഞാൽ ആ ഡ്രഗിനോട് നമ്മുടെ റിസപ്റ്റർ എത്രത്തോളം ഏത് ഡിഗ്രിയിലാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യുക. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ് ഈ ഒരു പെർട്ടിക്കുലർ ഡ്രഗിനോട് നമ്മുടെ ഈ റിസപ്റ്റർ ഹൈലി സെൻസിറ്റീവാണ് എന്ന് പറഞ്ഞാൽ ആ ഡ്രഗ് വന്നു കഴിഞ്ഞാൽ അവർ സ്ട്രോങ് ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ ബൈൻഡ് ചെയ്യുന്നു, പെർട്ടിക്കുലർ എന്താണോ എഫക്റ്റ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി അത്ര സെൻസിറ്റീവ് അല്ല, ലെസ് സെൻസിറ്റീവാണ് നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ ഡ്രഗിനോട് നമ്മുടെ റിസപ്റ്റർ എന്ന് പറഞ്ഞാൽ ഡ്രഗ് വന്ന് നിന്ന് കഴിഞ്ഞാൽ പോലും റിസപ്റ്റർ ചിലപ്പോൾ മൈൻഡ് ചെയ്യില്ല. ഓക്കെ, അതാണ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ അപ്രഗുലേഷൻ്റെ കേസിൽ എങ്ങനെയാണ്, ആൻറ്റഗോണിസ്റ്റ് നമ്മൾ കുറേ നാൾ കണ്ടിന്യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ റിസപ്റ്ററിൻ്റെ നമ്പറും അതിൻ്റെ സെൻസിറ്റിവിറ്റിയും കൂടും. ഇനി നമ്മൾ പെട്ടെന്നൊരു ദിവസം ഈ ആൻറ്റഗോണിസ്റ്റിനെ നിർത്തിയെന്ന് വിചാരിച്ചു, നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തു, അതാണ് സഡൻ വിത്ഡ്രോവൽ ഓഫ് ആൻറ്റഗോണിസ്റ്റ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, അഗോണിസ്റ്റിനോടുള്ള റെസ്പോൺസ് കൂടും. ഇവിടെ ആൻറ്റഗോണിസ്റ്റും അഗോണിസ്റ്റും തമ്മിൽ മാറിപ്പോവരുത്, കാരണം നമ്മൾ ഡൗൺ റെഗുലേഷൻ പറയുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. സോ ആൻറ്റഗോണിസ്റ്റ് നമ്മൾ കുറേ നാൾ യൂസ് ചെയ്തു, അതിൻ്റെ ഭാഗമായിട്ട് ആ പെർട്ടിക്കുലർ റിസപ്റ്ററിൻ്റെ നമ്പറും സെൻസിറ്റിവിറ്റിയും കൂടി. പെട്ടെന്നൊരു ദിവസം ആൻറ്റഗോണിസ്റ്റ് നമ്മൾ നിർത്തി, അപ്പോൾ എന്ത് ചെയ്തു, ആ പെർട്ടിക്കുലർ റിസപ്റ്ററിന് അഗോണിസ്റ്റിനോടുള്ള റെസ്പോൺസാണ് കൂടുന്നത്, കാരണം ആൻറ്റഗോണിസ്റ്റ് അവിടെ ഇല്ല. പിന്നെ ആരാ അവിടെ വരുന്നത്, നാച്ചുറൽ ആയിട്ടുള്ള അഗോണിസ്റ്റ്. ആ അഗോണിസ്റ്റ് നോക്കുമ്പോൾ കുറേ റിസപ്റ്റർ, മാത്രമല്ല ആ റിസപ്റ്റർ എല്ലാം ഹൈലി സെൻസിറ്റീവ് ആണ്. സോ അവർ കയറിയിട്ട് ബൈൻഡ് ചെയ്യും. എക്സാമ്പിളാണ് നമ്മൾ പ്രൊപ്രാനലോൾ എന്ന് പറയുന്നത് ഒരു ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കറാണ്. അത് നമ്മൾ എടുത്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു, പെട്ടെന്നൊരു ദിവസം നമ്മൾ നിർത്തി. അപ്പോൾ എന്ത് ചെയ്യും, അഞ്ചൈന, ചെസ്റ്റ് പെയിൻ ഉണ്ടാവും. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ നോർ അഡ്രിനാലിനാണ് അഗോണിസ്റ്റ് ആയിട്ട് വരുന്നത് ബീറ്റ അഡ്രിനർജിക് റിസപ്റ്ററിന്. സോ അത്രയും നാൾ പ്രൊപ്രാനലോൾ ഈ ഒരു പെർട്ടിക്കുലർ റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ആ കൂട്ടത്തിൽ അപ്രഗുലേഷൻ അവിടെ സംഭവിച്ചു, അതായത് ബീറ്റ റിസപ്റ്ററിൻ്റെ നമ്പറും ബീറ്റ റിസപ്റ്ററിൻ്റെ അഗോണിസ്റ്റിനോടുള്ള ആ ഒരു സെൻസിറ്റിവിറ്റിയും കൂടി. സോ പെട്ടെന്ന് അഗോണിസ്റ്റ് ഇല്ലാതായപ്പോൾ ആൻറ്റഗോണിസ്റ്റ് ഇല്ലാതായപ്പോൾ അവിടെയുള്ള അഗോണിസ്റ്റായ നോർ അഡ്രിനാലിനോട് നമ്മുടെ ബീറ്റ റിസപ്റ്റർ വളരെ അധികം റെസ്പോൺസ് കാണിക്കാൻ തുടങ്ങി. അങ്ങനെ നോർ അഡ്രിനാലിൻ ബീറ്റ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്ത് ഹാർട്ടിനെ സ്റ്റിമുലേറ്റ് ചെയ്തത് കൊണ്ടാണ് പ്രൊപ്രാനലോൾ നിർത്തിയപ്പോൾ നമുക്ക് അഞ്ചൈന വന്നത്, അല്ലെങ്കിൽ ചെസ്റ്റ് പെയിൻ വന്നത്. ഇനി ഇതിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഡൗൺ റെഗുലേഷൻ. ഇവിടെ നമ്മൾ പ്രൊലോങ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ആരെയായിരിക്കും, അഗോണിസ്റ്റിനെ. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും, റിസപ്റ്ററിൻ്റെ നമ്പറും റിസപ്റ്ററിൻ്റെ സെൻസിറ്റിവിറ്റിയും കുറയും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു അഗോണിസ്റ്റിനോടുള്ള എഫക്റ്റ് അവിടെ കുറയാനാണ് സാധ്യത. എക്സാമ്പിൾ, നമ്മൾ ആസ്മയ്ക്ക് ഉപയോഗിക്കുന്ന സാൽബ്യൂട്ടമോൾ ഒരുപാട് നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സാൽബ്യൂട്ടമോൾ ബൈൻഡ് ചെയ്യുന്ന ബീറ്റ 2 അഡ്രിനർജിക് റിസപ്റ്റേഴ്സിൻ്റെ നമ്പറും സെൻസിറ്റിവിറ്റിയും കുറയും. സോ കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ ഈ സാൽബ്യൂട്ടമോൾ എടുത്തു കഴിഞ്ഞാലും പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും കിട്ടില്ല. കാരണം എന്താ, ആ ഒരു പെർട്ടിക്കുലർ ബീറ്റ 2 റിസപ്റ്റേഴ്സിന് ഡൗൺ റെഗുലേഷൻ സംഭവിച്ചു. അതായത് അഗോണിസ്റ്റ് കൊടുത്താലും റിസപ്റ്റർ റെസ്പോണ്ട് ചെയ്യാതെ വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഓക്കെ, താങ്ക് യു.